ഹായ് ഹലോ എല്ലാവർക്കും എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു വ്ളോഗല്ല, ഇന്ന് 3 വ്ളോഗാണ് കേട്ടോ. 3 ദിവസത്തേട്ട് ചെറുതായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വ്ളോഗ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ചില സമയത്ത് വീഡിയോ രാവിലെ വരെയൊക്കെ എടുക്കും, പിന്നീട് അങ്ങ് മറന്നു പോകും. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മൺഡേ ആണ് കേട്ടോ. മൺഡേയിൽ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ രാവിലത്തെ ഫുഡെല്ലാം എബിക്ക് ആക്കി കൊടുത്തതിന് ശേഷം അവനുമായിട്ട് ഞങ്ങൾ സ്കൂളിലോട്ട് കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ലേറ്റ് ആവും എന്നൊക്കെ വിചാരിച്ചു. ആശ നല്ല വേഗത്തിലാണ് ഓടി പോകുന്നത്. സംഭവം അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ബസ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ലേറ്റ് ആവുമ്പോൾ ഞാൻ വാനിലെ ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇനി തിരിച്ച് വരുമ്പോഴേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ അപ്പുറത്തെ വശത്തോട്ട് പോയി നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി വരാനായിട്ട് 8:45 ആവും. ഇതിപ്പോൾ 8:20, 25 എന്തോ ആയി കേട്ടോ. പിന്നെ അത്രയും നേരം വരെ ഞാൻ നിൽക്കണമല്ലോ അവിടെ. എനിക്ക് അധികം നേരം നിൽക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവൻ പൊയ്ക്കോളും, അവനും കുട്ടും കൂടെ ഉണ്ടല്ലോ. വീട്ടിൽ വന്നിട്ട് വെയിറ്റ് എടുത്ത് നോക്കി കേട്ടോ. ഈ 68 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല കുറച്ച് നാളായിട്ടും. പിന്നെ അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. 2-3 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബ് ഷോർട്സിലൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റയിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്, നല്ല കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്. പിന്നെ സമയം കിട്ടാറില്ല. നമുക്ക് ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ ഷെയർ ചെയ്തൊക്കെ വെച്ചിരിക്കും, പക്ഷേ ഒന്നും വരാറില്ല കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ. ഞാൻ ചിക്കനും നമ്മുടെ പനീറും ബട്ടറും ഒക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയതാണ്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ അപ്പമാണ് ഇത്, പൊതിഞ്ഞങ്ങ് വെച്ചതാണ് കേട്ടോ. ആ പൊതി അങ്ങനെ തന്നെ ഇരുന്നതുകൊണ്ടാണ് ഒരു മടൽ കണക്കിന് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 പേരല്ല, എനിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് കേട്ടോ. രാവിലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട്. ഇന്നും കുറച്ച് ദൂരെയാണ് ജോലിക്ക് പോകുന്നത്. എന്നാലും എന്നും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടൻ എത്താറുണ്ട് കേട്ടോ തിരിച്ച്. ഇപ്പോൾ അങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്. രാവിലെ പോയിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടൻ തിരിച്ച് വരും. അപ്പോൾ ഇന്നും അപ്പമാണ്. അപ്പവും കടലക്കറിയൊക്കെ ആയിട്ട് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചോറൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ എടുത്തത്. ഇത് തന്നെ എനിക്ക് ഇൻസ്റ്റയിലും കൂടെ വേറൊരു ഐഡിയ ഒക്കെ ആക്കിയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എബിയും കുട്ടും കൂടെ സ്കൂളിലോട്ട് പോവുകയാണ്. അവരെയും കയറ്റി വിട്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്നില്ല എങ്കിൽ പോലും ഫുഡ് കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ അങ്ങ് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കുവിൻ്റെ അടുത്താണ് ഞാൻ സംസാരം മൊത്തത്തിൽ. മിക്കുവിന് ഫോൺ പിടിച്ചിട്ടിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരമൊക്കെ അവൻ്റെ കയ്യിൽ അങ്ങനെ വെച്ചിരിക്കും. അവൻ ചില സമയത്ത് നേരെ ഫോൺ പിടിച്ച് സംസാരിക്കും, ചില സമയത്ത് അവൻ അറിയത്തില്ല കേട്ടോ, മാറ്റിയൊക്കെ പിടിക്കാറുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. മീനൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ പാത്രമൊക്കെ കഴുകാൻ നിന്നിട്ടുണ്ടായിരുന്നു. അടുക്കളയെല്ലാം ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരോ ജോലികൾ കഴിയുമ്പോഴത്തേക്കും പാത്രം ഇങ്ങനെ കുമിഞ്ഞു കൂടാറുണ്ട് കേട്ടോ. എനിക്കിത് എത്രത്തോളം കഴുകിയാലും മാറാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ടും ഉച്ച സമയത്തൊന്ന് കഴുകി വെക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ഉച്ച ആകുമ്പോഴത്തേക്കും അടുക്കളയിൽ ഫുൾ ജോലിയും തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ മൊത്തത്തിൽ പാത്രമൊക്കെ കഴുകി ഒതുക്കാൻ നോക്കും കേട്ടോ. പിന്നെ ഞാൻ രാത്രിയേ കഴുകത്തുള്ളൂ, പിന്നെ ഇടയ്ക്കൊന്നും കഴുകത്തില്ല. എപ്പോഴും കഴുകുന്നതും എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചതിന് ശേഷം അടുത്ത എന്ത് ജോലി ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും കാരണത്തിൽ ഫോൺ അങ്ങ് കയ്യിലെടുക്കും. പിന്നെ ഫോണിലായിരിക്കും ഫുൾ ടൈം ഇരിക്കുക കേട്ടോ. സമയം പോകുന്നതേ അറിയാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ മാവാട്ടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അശ്വിനി കൊണ്ട് തന്നതാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റ് വേണമായിരുന്നു കേട്ടോ, അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേട്ടനും വന്നു. ഞങ്ങൾ ഒരുമിച്ച് ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടിയും മീൻകറിയും പിന്നെ എന്തോ കറി, എരിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 3 കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അരിയെല്ലാം ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കേക്കിൻ്റെ ക്ലാസ്സിനിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കേക്കിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ചൊവ്വ, വ്യാഴം, ശനി 3 ദിവസമാണ് നമുക്ക് കേക്കിൻ്റെ ക്ലാസ് ഉള്ളത്. അതൊക്കെ ക്ലാസ്സിനും ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ക്ലാസ്സിനിരിക്കും കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും കുറച്ച് നേരം. അതും കഴിഞ്ഞിട്ട് കുറച്ച് നാളായി അച്ഛനെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ കുറേ നേരം വരെ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ.
ഈ വാട്സാപ്പ് തുടങ്ങിയത് പോലും കുഞ്ഞിലെ എബിക്ക് അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പിന്നീടായപ്പം അത് കുറഞ്ഞ് അങ്ങനെ വന്നു കേട്ടോ. ഇത് അടുത്ത് പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. പച്ചക്കറികളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഇട്ടു. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലി തട്ടിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് പോകും കേട്ടോ. അപ്പം എൻ്റെ വലിയ 2 കുക്കറും കേടായിട്ടുണ്ടായിരുന്നു. അതിന് മാറ്റണം. MRTയിൽ പോയി മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേറെ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്കത് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നതും, അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തോരനും മുട്ടയും സാമ്പാറും ആയിരുന്നു കേട്ടോ ഇന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്തു വിടും. അല്ലെങ്കിൽ ഫുഡെല്ലാം ചില സമയത്ത് ഫുഡ് എന്തെങ്കിലും കറിയൊക്കെ ഒലിച്ചിട്ട് ബാഗിലും തുണിയിലൊക്കെ ആവും, ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഡെസ്കിലൊക്കെ ആവും. അതുകൊണ്ട് അത് മാറ്റി വെക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ തന്നെ അടുക്കളയെല്ലാം രാവിലെ തന്നെ ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എബിയെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇച്ചിരി വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് എബിയും കുട്ടുവും മാത്രമാണ് പോയത്. രാവിലത്തെ എല്ലാ ജോലി ആക്കി വെച്ചപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനും കഴുകി വെച്ചതിന് ശേഷം ഞാനും അശ്വിനിയും കൂടെ ഒന്ന് വെങ്ങാനൂർ വരെ പോയി കേട്ടോ. അവൾക്ക് 1-2 ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതും ചെയ്യണമായിരുന്നു. പിന്നെ അവളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പെരിങ്ങമലയും കൂടെ പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും ഓട്ടോയിലാണല്ലോ പോകുന്നതുകൊണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയും പോകുന്നില്ലല്ലോ, എന്നാലും വൈകിയായിരുന്നു. പിന്നെ അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനും കൂടെ പോയിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ 2 പേരുണ്ടായിരുന്നു. അവൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഞാനും അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അവിടെ വെയിറ്റൊക്കെ നോക്കി പിന്നെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അവിടെ ഞങ്ങൾ നേരെ പോയത് പെരിങ്ങമലയിലോട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫോണൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരം ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പോലും ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശ്വസ്തയോടെ കൊടുക്കാൻ പറ്റിയൊരു കടയാണ്. നമ്മുടെ പെരിങ്ങമല ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ കട വരുന്നത്. അപ്പോൾ അപ്പുറമായിട്ടൊരു തുണിക്കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്. നടുക്കായിട്ടാണ് ഈ ഒരു മൊബൈൽ ഷോപ്പ് വരുന്നത് കേട്ടോ. പിന്നീട് ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു. അപ്പോൾ ഞാൻ കേക്ക് കേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബൗൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ. പക്ഷേ വന്നത് കുഞ്ഞ് ബൗളായിപ്പോയി. അപ്പോൾ റിട്ടേൺ കൊടുത്തതും എക്സ്ചേഞ്ചിന് കൊടുത്തതും അങ്ങനെ തന്നെയാണ് വന്നത് കേട്ടോ. പിന്നെ ഞാൻ റിവ്യൂ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കുഞ്ഞാണ് കേട്ടോ. ഞാനത് റിവ്യൂ നോക്കാതെ എടുത്ത് കൊടുത്തതായിരുന്നു. പിന്നെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേറെ 2 വലിയ ബൗളിന് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അശ്വിനി വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്കും വിശപ്പടിച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ നിന്ന് വരാനായിട്ട് ഒരു 3 മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പിന്നെ ഞാൻ നോക്കിയിരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കറികളും ഞാൻ എക്സ്ട്രാ വെക്കുന്ന കറികൾ തലേദിവസം വെച്ചത് കുറച്ച് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു വലിയ ജോലി കഴിഞ്ഞ പോലെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോരോ ജോലികളും തീരുമ്പോഴത്തേക്ക് എന്തോ ഒരു വലിയ ഭാരപ്പെട്ട എന്തോ കഴിഞ്ഞ പോലത്തെ ഫീലിംഗാണ് എനിക്ക് ഉണ്ടാവാറുള്ളത് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു, ചോറ് കഴിച്ചു കേട്ടോ. ഞാൻ ഒരിക്കലും കഴിക്കാത്ത ഒരു അച്ചാറാണ് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. മീൻ കറിയുടെ കൂടെ അത് കഴിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ചിക്കനോ ബീഫോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എബി വന്നിട്ടുണ്ടായിരുന്നു. അവനെയും കൊണ്ട് ചേട്ടൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തെ എനിക്ക് നല്ല വയ്യാത്തത് കൊണ്ട് ഞാൻ ഫുൾ കിടപ്പായിരുന്നു ഇന്ന്. പിന്നെ നേരെ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചായയൊക്കെ ഇട്ടു. പിന്നെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. നേരെ വെങ്ങാനൂർ പോയിട്ട് എനിക്ക് തൊണ്ടവേദനയ്ക്കുള്ള 2-3 ഗുളിക വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. ഗുളികയെല്ലാം വാങ്ങിച്ച് സ്ട്രെപ്സിൽസാണ് വാങ്ങിച്ചത് കേട്ടോ. അത് നല്ല ആശ്വാസം തരുന്ന ഒന്നാണ്. ഒരു കയ്പ്പ് ലാസ്റ്റ് ആകുമ്പോൾ ഒരു കയ്പ്പുണ്ട് എങ്കിൽ പോലും നല്ല ഒരു ആശ്വാസം തരുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ചേട്ടന് ജോലിക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മാമൻ്റെ വീടാണ് കേട്ടോ. അവിടെ പോയി സാധനങ്ങളെല്ലാം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.